ഗരുഡവ്യൂഹത്തിൽ അടുത്ത വിഷയം, പാഞ്ചാലിയെ അപമാനിച്ചത് ദുര്യോധനനാണോ അതോ പണയം വെച്ച യുധിഷ്ഠിരനാണോ തെറ്റുകാരൻ എന്ന ഈ വിഷയത്തിൽ KHSS പാലക്കാട് യുധിഷ്ഠിരനാണ് തെറ്റുകാരനെന്നും ദുര്യോധനാണ് തെറ്റുകാരനെന്ന് ഭാരതീയ വിദ്യാഭവൻസ് വിദ്യാമന്ദിർ ഇന്ന് സമ്മതിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ നിയമങ്ങളും രീതികളും എല്ലാം നേരത്തെ ആചാര്യസഭ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓക്കെ, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. മഹാഭാരത കഥയിലെ ഏറ്റവും ദുഃഖപൂർണവും അപമാനകരവുമായ രംഗമാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപം. രാജസഭയിൽ മഹാപ്രജ്ഞന്മാരുടെയും വന്ധ്യവയോധികരുടെയും സഭാവാസികളുടെയും മുൻപിൽ വെച്ച് കുലസ്ത്രീയായ ദ്രൗപദി അപമാനിക്കപ്പെട്ടു. ദ്രൗപദിക്ക് നേരിട്ട ഈ അപമാനത്തിന് കാരണം ക്രൂരനും വഞ്ചകനും ദ്രോഹബുദ്ധിയുമായ ദുര്യോധനനാണ്. അദ്ദേഹം ദുശ്ശാസനോട് കൽപ്പിക്കുന്നുണ്ട് സഭാമധ്യത്തിൽ വെച്ച് ദ്രൗപദിയെ അപമാനിക്കാൻ. വ്യാജ വിജയത്താൽ മത്തുപിടിച്ച നരാധമൻ ദ്രൗപദിയെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്യാൻ കൽപ്പിക്കാനും മടിച്ചില്ല. പണയം വെച്ചത് യുധിഷ്ഠിരനല്ലേ? സ്വയം പണയം വെച്ചതിന് ശേഷമല്ല ഭാര്യയെ പണയം വെച്ച്, അത് തെറ്റല്ലേ? ഓക്കെ, ഉത്തരം പറയാം. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം. ധർമ്മത്തിനു വേണ്ടി അദ്ദേഹം എന്തും ത്യജിക്കും. സ്വന്തം ബന്ധത്തേക്കാൾ ശ്രേഷ്ഠം അദ്ദേഹത്തിന് പ്രജകളും രാജ്യവുമാണ്. അതിനാൽ പക്ഷെ ധർമ്മത്തിന് വേണ്ടി ഒരു സ്വന്തം ഭാര്യയെ പണയം വെക്കുന്ന അധർമ്മല്ലേ? ഉത്തരം പറയാം, അധർമ്മല്ലേ? പറഞ്ഞില്ലേ, സ്വന്തം ബന്ധത്തിനേക്കാളും ശ്രേഷ്ഠം സ്വന്തം രാജ്യവും പ്രജയുമാണ്. പിന്നെ അടിക്കടി മനുഷ്യൻ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ മനുഷ്യന്റെ ഔചിത്യബോധം നഷ്ടപ്പെടുക സ്വാഭാവികമാണ്. ഉത്തരം പറയാം. അതുകൊണ്ടാണോ ദ്രോണരെ കൊല്ലാൻ വേണ്ടി അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറയുമ്പോൾ അശ്വത്ഥാമ എന്ന് ഉറക്കെ പറയുന്നതും അവിടെ ഹത കുഞ്ചര എന്ന് പതുക്കെ പറയുന്നതും അതുകൊണ്ടാണോ? അവിടെ അധർമ്മത്തെ നേരിടാൻ കുറച്ചൊക്കെ അധർമ്മം ചെയ്യേണ്ടി വരും. അതിനാൽ ദുര്യോധനനെ വെച്ച് നോക്കുമ്പോൾ യുധിഷ്ഠിരൻ ഒരു അധർമ്മമേ ചെയ്തിട്ടുള്ളൂ. ദുര്യോധനൻ അനേകം അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുധിഷ്ഠിരന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. പക്ഷെ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി ദുര്യോധനല്ലേ? പാണ്ഡു വനത്തിലേക്കെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് സ്വന്തം ഏട്ടനായ ധൃതരാഷ്ട്രർക്കെല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ എന്തിനാ കള്ളച്ചൂത് കളിക്കുന്നത് അവര്? ഇവിടെ അവർ ശകുനിയും. ഞാൻ ഇടപെടുന്നു, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് പാഞ്ചാലിയെ അപമാനിച്ച ദുര്യോധനനാണോ അതോ പണയം വെച്ച യുധിഷ്ഠിരനാണോ തെറ്റുകാരൻ എന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ സമ്മതിക്കുന്നത്. നിങ്ങൾക്ക് തുടരാം. കൗരവ സഭയിൽ പാഞ്ചാലി ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. സ്വയം പണയം വെച്ച ഒരാൾക്ക് എങ്ങനെ ഭാര്യയെ പണയം വെക്കാൻ കഴിയുന്നു? ഓക്കെ, ആ ചോദ്യത്തിന് പറയാം. സ്വയം പണയം വെക്കാതെ എന്തുകൊണ്ട് ഭാര്യയെ പണയം വെച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. ഭീഷ്മരും ദ്രോണരും എന്നല്ല ഒരാളും ഉത്തരം പറഞ്ഞില്ല. അവിടെ യുധിഷ്ഠിരൻ അടിമയായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അവിടെ ഒരു വിലയില്ല. പണ്ഡിതന്മാരായ ചോദ്യം അതല്ല, സ്വയം പണയം വെച്ച ഒരാൾക്ക് എങ്ങനെ സ്വന്തം ഭാര്യയെ പണയം വെക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. സ്വയം പണയം വെച്ച ഒരാൾക്ക് ഓൾറെഡി പണയം വെച്ചു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഔചിത്യബോധം നഷ്ടമായി. അതുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഞാൻ വീണ്ടും ഇടപെടുകയാണ്. അവർ ചോദിച്ച ചോദ്യം, സ്വയം പണയവസ്തുവായി തീർന്ന വ്യക്തി എങ്ങനെയാണ് മറ്റൊരു ആളെ പണയവസ്തുവായിട്ട് വെക്കാൻ സാധിക്കുക? പാഞ്ചാലി യഥാർത്ഥത്തിൽ പണയവസ്തു ആയിട്ടില്ല. അതറിഞ്ഞിട്ടും ദുര്യോധനൻ പാഞ്ചാലിയെ അപമാനിച്ചു. ഇനിയിപ്പോൾ പണയവസ്തു ആയാൽ തന്നെ ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് അധർമ്മമല്ലേ? നമുക്ക് എങ്ങനെ അതെങ്ങനെ പൊറുക്കാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ എല്ലാം അവസാനിച്ച് മഹാപ്രസ്ഥത്തിൽ പോകുന്ന യുധിഷ്ഠിരൻ സ്വന്തം ഭാര്യയും അനുജന്മാരും മരിച്ചു വീഴുമ്പോൾ തിരിഞ്ഞു നോക്കുകയും പോലും ചെയ്യാതെയാണ് യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇത് അധർമ്മല്ലേ? തിരിച്ചു വരാം വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പാഞ്ചാലി അപമാനിച്ച ദുര്യോധനാണോ അതോ യുധിഷ്ഠിരനാണോ തെറ്റുകാരൻ എന്നാണ് നമ്മുടെ വിഷയം വരുന്നത്. 20 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്, വേഗം പറയാം. അങ്ങനെയാണെങ്കിൽ സ്വന്തം അനുജന്മാരെയും പാഞ്ചാലിയും. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, തിരിഞ്ഞു നോക്കിയില്ല. അതിന് ഉത്തരം പറയാം. 10 സെക്കൻഡ് ബാക്കി. യുധിഷ്ഠിരൻ ധർമാനുഷ്ഠാനത്തിന് വേണ്ടി ഒരു രാജാവ് മറ്റൊരു രാജാവിനെ ചൂത് കളിക്കാൻ വിളിക്കുന്ന ഒരു പ്രച്ഛന്നമായ പോർവിളിയാണ്. അദ്ദേഹം കുഞ്ചര എന്ന് പറയുമ്പോൾ ആ പോയിന്റ് നമ്മൾ നേരത്തെ സംസാരിച്ചു. അവിടെ സ്വന്തം ഗുരുനാഥനെ കൊല്ലാൻ വേണ്ടി ഒരു രാജാവിന്റെ ഭീരുത്വമല്ലേ അപ്പോൾ അവിടെ കാണപ്പെടുന്നു. സമയം അവസാനിച്ചിരിക്കുന്നു.